ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു സ്വീറ്റാണ്, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഒരു 3 വലിയ ക്യാരറ്റ് ഞാൻ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് 2 വലിയ സ്പൂൺ തന്നെ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. പിന്നെ ഇതിവിടെ കിട്ടുന്ന ഒരു റെഡ് കളറ് ക്യാരറ്റാണ്, നമ്മുടെ ഓറഞ്ച് കളർ ക്യാരറ്റ് അല്ല. പിന്നെ രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ ക്യാരറ്റ് ഒന്ന് വാടി തളർന്ന് വരുന്നുണ്ട്. ആ നേരത്ത് കുറച്ച് ഏലക്ക, ഒരു 2-3 ഏലക്ക, പിന്നെ ഞാൻ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പക്ഷെ അതിന് പകരം കാഷ്യൂനട്ടാണ് നല്ലത്, അല്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. പിന്നെ ഇട്ടത് 2-3 ഉണക്കമുന്തിരിയാണ്. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. ഇനി ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്നത്, ഇത്രയും പഞ്ചസാരയാണ്. മധുരം കുറച്ചും കൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര ഈ ഒരു ക്യാരറ്റിൻ്റെ കൂടെ ചേരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴണ്ട് വരും. നന്നായിട്ട് വെന്തൊന്ന് കുഴഞ്ഞൊരു രൂപത്തിലേക്ക് വരും. കണ്ടില്ലേ, പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നന്നായിട്ട് അത് വെന്ത് വരും നമ്മുടെ ക്യാരറ്റ്. ഞാനുണ്ടല്ലോ, ആ ക്യാരറ്റ് എടുത്തില്ലേ, അതേ പാത്രത്തിൽ തന്നെയാണ് പാലൊഴിക്കുന്നത് കേട്ടോ. അത്രയും എമൗണ്ട് പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളത്. ഇത്രയും ഈസി റെസിപ്പിയാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത്. ഈ പാലിനെയും ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. പാൽ നന്നായിട്ട് ഇതിനകത്തൊന്ന് ഈ ക്യാരറ്റിലേക്ക് ഊറി പിടിച്ച് വെന്ത് നന്നായിട്ട് കുഴഞ്ഞ് ഹൽവ രൂപത്തിൽ നന്നായിട്ട് കിട്ടും. അത്ര പണിയേ ഉള്ളൂ നമുക്ക് ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് വേഗുന്നവരെ നോക്കാതെ എൻ്റെ ക്യാരറ്റ് ഹൽവ ഒന്ന് കുറുകി വരാറായിട്ടുണ്ട്. പിന്നെ ആ ഒരു നല്ലൊരു പാല് നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ഹൽവയുടെ ഫോമിലേക്ക് ആവുന്നത്. അപ്പോൾ അത് എൻ്റെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് തേങ്ങ ഇടുന്നവരുണ്ട്, അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് വരെ ശർക്കര ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാവുന്നതാണ്. ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഹായ് കൊള്ളാവോ? ചേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്ക്. मुझे तुमसे कुछ बात करनी थी. कुछ अजीब सी घटना हुई मेरे साथ. കൊള്ളാമോ? यस और वो तुम्हें फ्यूनरल वाला बंदा याद है? वो चाइनीज बुढ़ा